ഷാലോം ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിലെ ദുരന്തങ്ങളെ ദൈവത്തിൻ്റെ സമ്മാനമായി ഏറ്റെടുത്തുകൊണ്ട് വൃദ്ധമാതാപിതാക്കളിലേക്കും ആലംബഹീനരിലേക്കും ദൈവത്തിൻ്റെ കാരുണ്യം എത്തിക്കുന്ന ബെനഡിക്റ്റൻ സന്യാസ സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ ഷീലയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സിസ്റ്ററെ ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, പ്രേക്ഷകർക്കും എനിക്കും ഒരുപോലെ ആഗ്രഹമുണ്ട് സിസ്റ്ററിൻ്റെ ഈ വൈരൂപ്യത്തിൻ്റെ കാരണം അറിയാൻ. ഒന്ന് വിശദീകരിക്കാമോ? രോഗത്തിൻ്റെ കാരണം എനിക്ക് ചെറിയൊരു തലവേദനയായിട്ട് തുടങ്ങി. അതവർ കൊണ്ടുപോയി ഓപ്റ്റീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ച് അവർ പറഞ്ഞു ഇത് തലയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ആൻജിയോഗ്രാം ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് സിസ്റ്റാണ് സസ്പെക്റ്റ് ചെയ്യുന്നത്. സാവകാശം സമയം കിട്ടുമ്പം ഓപ്പറേഷൻ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഓപ്പറേഷൻ ചെയ്യാൻ എൻ്റെ മാതാപിതാക്കളിനോട് അവർ ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്കപ്പം 15 വയസ്സേ ഉള്ളായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 15 വയസ്സേ ഉള്ളായിരുന്നു എനിക്ക്. പ്രതീക്ഷകൾക്കപ്പുറം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവിക ശുശ്രൂഷയിൽ വ്യാപൃതയായിരിക്കുന്ന സന്യാസിനി. ക്രിസ്തുവിൻ്റെ സഹനത്തോട് തൻ്റെ വേദനകളെ ചേർത്തുവച്ച് യേശുവിൽ നിന്ന് ആശ്വാസം നേടി മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചും ശുശ്രൂഷിച്ചും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി ജീവിക്കാൻ കഴിയുമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് സിസ്റ്റർ ഷീല. ഈ ജീവിതത്തിലൂടെ നമുക്കും യാത്ര ചെയ്യാം. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് നോക്കിയപ്പം അത് സിസ്റ്റ് എടുത്ത് കാണിച്ചു അവർ. അത് കഴിഞ്ഞ പിന്നെ ഏകദേശം 1-1.5 മാസം ഞങ്ങൾ അവിടെ താമസിച്ച് കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ മെഡിസിൻസൊക്കെ നടന്ന് പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ സൈഡിലൊരു സ്വെല്ലിങ് കൊണ്ടുണ്ടായിരുന്നു, ഫേസിൽ സ്വെല്ലിങ്. അതെടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് അത് ഇച്ചിരി വ്യത്യാസം വന്ന് പിന്നെ ഏകദേശം ഞാൻ കോൺവെൻറ്റ് ഇങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പഠിത്തമെല്ലാം പൂർത്തിയാക്കി. 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കി 9ഉം 10ഉം ജമ്പ് ചെയ്ത് ഞാൻ പിന്നെ അത് മെട്രിക്കുലേഷൻ ചെയ്ത് ബാക്കി പഠനമെല്ലാം പഠിച്ച് ഞാനിപ്പം BA വരെ പഠിച്ചു. 2 വർഷം ജോലി നോക്കിയിട്ട് പിന്നെ എൻ്റെ ചെറുപ്പത്തിലെ ആഗ്രഹം സിസ്റ്റർ ആകണമെന്നായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ അപ്പനും അമ്മയോടും പറഞ്ഞൊക്കെ അവർ പിന്നെ പറഞ്ഞ് ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് നീ പോകണ്ട, നിൻ്റെ ഇഷ്ടമാണെങ്കിൽ നീ പൊക്കോളാൻ പറഞ്ഞ് അവരെന്നെ മടത്തി വിട്ടു. ഞങ്ങൾ സത്യദീപത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അപ്ലൈ ചെയ്ത് അങ്ങനെ ഞാൻ തിരുവണ്ണാമലയിൽ പോയി 1 മാസത്തെ അവരുടെ ജീവിതം കണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. സിസ്റ്റർ, മുഖത്തൊക്കെ ശരീരം മുഴുവനും ഒരു പാടുണ്ടല്ലോ, അതെ, സ്വെല്ലിംഗ് പോലെ. അതെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടായിരുന്നോ? അത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇല്ലായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞ പിന്നെ ഒരു മെഡിസിൻ്റെ സൈഡ് ഇഫക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു ഇത് ന്യൂറോ ഫൈബ്രോമോസിസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ എക്സ്ട്രാ ഗ്രോത്ത് മാതിരിയാണ് വരുന്നത്, അകത്തൂന്ന് എക്സ്ട്രാ ഗ്രോത്ത് ആയിട്ടാണ് വരുന്നത്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലേ? അതിനൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലെന്ന് പറഞ്ഞു. അതങ്ങനെ ബേൺ ചെയ്ത് കളഞ്ഞാലും ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തോട്ട് മാറി വരും. സിസ്റ്റർക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ ഈ വൈരൂപ്യത്തിൽ? ഇല്ല, എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അതെൻ്റെ എൻ്റെ സാധനത്തിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചത്. കുരിശിൽ തൂങ്ങി, കുരിശിൽ മുൾമുടിയൊക്കെ ഇട്ടിച്ച് ഈശോ നമുക്ക് വേണ്ടിയിട്ട് തുപ്പലൊക്കെ ഏറ്റെടുത്ത് അടി കൊണ്ട് എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഈശോ ഒത്തിരി സഹിച്ചു, നമ്മുടെ പാപമോചനമാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ സഹനവും ഈശോയുടെ കഷ്ടപ്പാടും എൻ്റെ കഷ്ടപ്പാടും ഒത്തിരി വ്യത്യാസമുണ്ട്. മറ്റുള്ളവർ സിസ്റ്ററെ കാണുമ്പോൾ ചോദിച്ചിട്ടില്ലേ ഇതെന്താ ഇങ്ങനെയെന്ന്? അപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ വിഷമം തോന്നിയിട്ടില്ല, ഒരിക്കലും വിഷമം തോന്നിയിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞേക്കുന്നത് ഈശോ തന്നെ ഒരു സഹനമാണ്. ഈശോ എന്നോട് ചോദിച്ചിട്ട് എനിക്ക് ഇത് സഹിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവ് നീ എനിക്ക് വേണ്ടിയിട്ട് സഹിച്ചെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. സിസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 4 പേരാണ്. ഞാൻ ഏറ്റവും മൂത്തത്. എൻ്റെ നേരെ ഇളയ ബ്രദർ ആങ്ങള,
അവന് കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്. അവന് അബുദാബി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആങ്ങള പുള്ളി എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ. പുള്ളി ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പുള്ളി വീട്ടിൽ പോന്നു. ചാച്ചനെ അമ്മയും നോക്കാൻ വേണ്ടിയിട്ട് ആളില്ലാത്തതുകൊണ്ട് പുള്ളി വീട്ടിൽ പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു അനിയത്തി, അവൾ എന്തോ അവൾ ബി.ഫാം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൗസ് വൈഫായിട്ടാണ്. അവൾക്ക് 2 പിള്ളേരുണ്ട്. പിള്ളേരെ പഠിപ്പിക്കുകയും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ മാതാപിതാക്കൾ രണ്ടാളും ഉണ്ടോ? അപ്പച്ചനില്ല, അമ്മയുണ്ട്. അപ്പച്ചൻ 2 വർഷമായി ഇപ്പോൾ 1 വർഷമായി മരിച്ചിട്ട്. സിസ്റ്റർ ബാല്യകാലത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. ഒപ്പം ചെറുപ്പകാലത്താണല്ലോ നമ്മൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ പറയാം. എനിക്ക് ചെറുപ്പത്തിലേ തൊട്ട് ഞാൻ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ പഠിച്ചത് കാരണം എനിക്ക് സിസ്റ്റർ ആകണമെന്നായിരുന്നു. എൻ്റെ ചെറുപ്പം തൊട്ട് 3 വയസ്സുള്ളപ്പം തൊട്ട് എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരു സിസ്റ്റർ ആകണമെന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 8ാം ക്ലാസ്സൊക്കെ എൻ്റെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പം മെട്രിക്കുലേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി മടത്തി പോകാമെന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു ഇപ്പം പോകണ്ട, കുറച്ചുകൂടെ പഠിക്കുക, ലോകം മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നിനക്ക് ആധാ തീരുമാനമാണെങ്കിൽ ഞങ്ങൾ യാതൊരു എതിരും ഇല്ലെന്ന് പറഞ്ഞു. സിസ്റ്റർ എവിടെ വരെ പഠിച്ചു? ഞാൻ BA വരെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 2 വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്ത്. അപ്പോഴും എൻ്റെ മനസ്സ് മാറിയിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ സത്യദീപം എന്ന പേപ്പറിനകത്ത് ഈ കോൺഗ്രിഗേഷൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് എഴുതി. വൊക്കേഷൻ പ്രൊമോട്ടറിന് എഴുതിയിട്ട് ആ സിസ്റ്റർ പറഞ്ഞു, വൊക്കേഷൻ പ്രൊമോട്ടർ സിസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മോൾ വന്ന് 1 മാസം ജീവിച്ച് നോക്ക്, ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ വന്ന് ജീവിച്ച് നോക്ക്, അവിടുത്തെ ജോലി ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എഴുതിയാൽ മതി, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇത്ര വലിയ അസുഖം ഉണ്ടായിട്ടും കോൺവെൻറ്റിലെടുത്തോ? എന്നെ കണ്ടു കഴിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ മദർ വരുന്നുണ്ട്, മദർ ജനറൽ വരുന്നുണ്ട്. മദർ ജനറൽ വന്നു കഴിഞ്ഞ് സിസ്റ്ററിൻ്റെ മാതാപിതാക്കളെയും കൊണ്ട് തിരുവണ്ണാമലയ്ക്ക് പോവാ, എന്നിട്ട് മദറിനെ കണ്ടിട്ട് മദർ പറയുകയാണെങ്കിൽ ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്ന് മദറിനെയും കണ്ട് മദറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ മദർ ജീവിച്ചിരിപ്പില്ല. എന്നാൽ മദറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മദർ പറഞ്ഞു എനിക്ക് തോന്നുന്നു നിന്നെ ദൈവം ഞങ്ങളുടെ സഭയിലോട്ട് വിളിക്കുക, നീ പോരാൻ പറഞ്ഞു, എത്രയും വേഗം വരാൻ പറഞ്ഞ് നീ പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 16-ാം തീയതി 1992 ജോയിൻ ചെയ്തു. സിസ്റ്റർ ചെറുപ്പം തൊട്ടേ വല്ല ഗോഡ് ഫിയറിങ് ഒരു പെങ്ങളാണ്. ഞങ്ങൾ 4 മക്കളിൽ ഏറ്റവും ഗോഡ് ഫിയറിംഗ് ആയിട്ട് ഞങ്ങൾക്ക് ആദ്യമേ തൊട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ. പുള്ളിക്കാരത്തി ഭയങ്കര ഗോഡ് ഫിയറിംഗാണ്. ചെറുപ്പം തൊട്ടേ ഒരു കന്യാസ്ത്രീ ആകണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ജീവിതത്തിൽ ഒരു ഗോഡ് ഫിയറിംഗ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, ഒരു ക്ലോസ് നിറ്റ് ഫാമിലിയാണ്. പുള്ളിക്കാരത്തിക്ക് ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും ഒരിക്കലും പുള്ളിക്കാരത്തി ചൂസ് ചെയ്ത ആ ഒരു ഡിസിഷനിൽ നിന്ന് മാറിയിട്ടില്ല. ചെറുപ്പം തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്കത് സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളൂ. പുള്ളിക്കാരത്തി ജീവിതത്തിൽ കഷ്ടപ്പാട് വന്നിട്ടും ഒരിക്കലും പുള്ളി അതിനെ ഒരു ഭാരമായിട്ട് കണ്ടിട്ടില്ല. ഇന്ന് വരെ ഞങ്ങൾ പുള്ളിക്കാരത്തിയുടെ വായിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്ക് കേട്ടിട്ടില്ല. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും പുള്ളിക്കാരത്തി സന്തോഷത്തോടെ അതിനെ എടുക്കുന്നുള്ളത്. പുള്ളിക്കാരത്തി അവധിക്ക് വന്നാലും സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന, ജീവിതത്തിലെ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന അവരുടെ കോൺവെൻറ്റ് ജീവിതത്തിലും ഇംഗ്ലണ്ടിലുള്ള സമയത്തും ഓരോ കാര്യങ്ങളും. സിസ്റ്റർ ഷീലയുടെ ലൈഫിൽ 2 വലിയ പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് ഇൻ ഹർ റിലീജിയസ് ലൈഫ്. 2 അച്ഛന്മാരുണ്ട്, കുടുംബത്തിലെ 2 അച്ഛന്മാർ. ഒന്ന് എൻ്റെ പപ്പായുടെ ഇളയ അനിയൻ, ഞങ്ങളുടെ ഉപ്പാപ്പൻ റൈറ്റ് റെവറൻഡ് ഫിലിപ്പ് ഉഴുന്നല്ലൂർ കോറപ്പിസ്കോപ്പ. പുള്ളി കാട്ടാക്കട ട്രിവാൻഡ്രം ഏരിയയിൽ കഴിഞ്ഞ 40-48 വർഷമായിട്ട് ഒരു സോഷ്യൽ റിഫോർമറായിട്ട് സേവനം ചെയ്യുന്നു. അതുപോലെ എൻ്റെ പപ്പായുടെ മമ്മിയുടെ ഒരു ഇളയ മൂത്ത ബ്രദർ ഉണ്ടായിരുന്നു, ഫാദർ എബ്രഹാം കൽക്കുടി. പുള്ളി മരിച്ചുപോയി. പക്ഷെ പുള്ളി ഒരു വെരി പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരുന്നു സിസ്റ്ററിൻ്റെ ലൈഫിൽ. അപ്പോൾ അവർ ഒത്തിരി അഡ്വൈസ് പുള്ളിക്കാരത്തേക്ക് ചെറുപ്പം തൊട്ടേ കൊടുക്കുമായിരുന്നു. ആ അഡ്വൈസും ടു ആൻ എക്സ്റ്റെൻഡ് ഐ എം ഷുവർ ഹാസ് ഹെൽപ്ഡ് ഹർ ഇൻ എ റിലീജിയസ് ലൈഫ്. പുള്ളിക്കാരത്തിൻ്റെ ഏത് കാര്യത്തിലായാലും അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പുള്ളി സന്തോഷത്തോടെ പുള്ളിക്കാരത്തി എടുത്തിട്ടുള്ളൂ. ഞങ്ങളുടെ
വെളുപ്പിനെ 5 മണിക്കായാലും 4:30 പപ്പ എഴുന്നേറ്റാൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് കുടുംബം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചേച്ച് പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞങ്ങളെ ബ്ലെസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പുള്ളി ബൈബിൾ വെച്ച് ഞങ്ങളുടെ തലയിൽ വെച്ച് ഞങ്ങളെല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്യുമായിരുന്നു. അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മക്കളായി ഞങ്ങൾ ഭാര്യമാരും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും എല്ലാവരെയും പുള്ളി ബ്ലെസ് ചെയ്യുന്ന ഒരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് ഇന്നും ഫീൽ ചെയ്യുന്നുണ്ട്. ആ ട്രഡീഷൻ ഞങ്ങളുടെ മക്കളായിട്ട് ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. വൃദ്ധ മാതാപിതാക്കളെ നോക്കാനായിട്ട് സിസ്റ്റർക്ക് മറ്റെന്തെങ്കിലും പ്രചോദനം ഉണ്ടായിട്ടുണ്ടോ? അത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ നെയ്ബർ ഒരു ഏകദേശം 99 വയസ്സുള്ള ഒരു വൃദ്ധന് ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു. അങ്ങനെയൊക്കെ കൂടി എല്ലാവരും കൂടെ കൂട്ടി 99 മക്കളും കൊച്ചുമക്കളുമായിട്ട് 99 പേരുണ്ട്. അപ്പോൾ അവരാരും ഇങ്ങനെ ശരിയായിട്ടൊന്നും നോക്കുന്നില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വിശക്കുവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വന്ന ചാച്ചനോട് സംസാരിച്ച് അപ്പം പുള്ളി എപ്പോഴും കരയുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ വന്ന് ഉണ്ടോണ്ടിരിക്കുമ്പം അപ്പം ഞങ്ങളോട് പറഞ്ഞു അടുക്കളയിലെ മേശപ്പുറത്ത് മതി, ഞാൻ ഇവിടെ നിന്ന് ഉണ്ടോളാം വന്നു. എൻ്റെ ചാച്ചൻ പറഞ്ഞു വേണ്ട. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന മുറി തന്നെ കൊണ്ടുപോയി മേശപ്പുറത്ത് ഇരുത്തി ഭക്ഷണം കൊടുത്തു. ഉടനെ ഇങ്ങനെ പറഞ്ഞു നിങ്ങളൊക്കെ വലിയ ഹൈ കാസ്റ്റ് അല്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് എനിക്കങ്ങനൊന്നുമില്ല, ഈഴവനായാലും ചോവനായാലും നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാ സഹോദരങ്ങളാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഉണ്ടോളാൻ പറഞ്ഞ് ആ വാക്കുകൾ എന്നെ ഇൻസ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തോ ആയാലും എൻ്റെ അപ്പനെയും അമ്മയും നോക്കാനായിട്ട് എൻ്റെ ആങ്ങളമാരുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്, അവർ നോക്കിക്കോളും. ഞാൻ പോയി വേറെ മക്കളെ നോക്കാൻ അപ്പനും അമ്മയും നോക്കാത്തവരെ പോയി നോക്കാൻ വയ്യാത്തവരെ ഓൾഡ് ഏജ് പോയി അവരെ നോക്കി ഞാൻ എൻ്റെ അപ്പനെയും അമ്മയായിട്ട് സ്വീകരിച്ച് അവരെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് സ്വന്തം പിതാവിൽ നിന്ന് തന്നെയായിരുന്നു ആ ഒരു പ്രചോദനം കിട്ടിയതല്ലേ? എൻ്റെ സ്വന്തം പിതാവിൽ നിന്ന് തന്നെയാണ് അത് കിട്ടിയത്. പിതാവിൻ്റെ ആ വാക്കുകൾ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. അപ്പോൾ അങ്ങനെ അത് ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്കും ക്ഷീണങ്ങൾക്കും അടിപ്പെടുമ്പോൾ പരസഹായം കൂടുതൽ ആവശ്യമാണ് ഈ വൃദ്ധ മാതാപിതാക്കൾക്ക്. കൂടുതൽ പരിചരണവും ശ്രദ്ധയും ഇവർക്ക് ലഭിക്കുവാൻ കുടുംബത്തിലെ സാഹചര്യങ്ങളിൽ സാധിക്കാതെ വരുമ്പോൾ ഇവരുടെ മക്കളായി മാറാനും ഈ സഹോദരിമാർക്ക് കഴിയുന്നു. സ്നേഹ സംഭാഷണങ്ങളിലൂടെ ഹൃദയവേദനകൾ അകറ്റുവാനും പ്രതീക്ഷയുടെ പുത്തൻ നാളങ്ങൾ ഇവരുടെ മനസ്സുകളിൽ തെളിക്കാനും സിസ്റ്റർ ഷീലയുടെ ജീവിതം കാരണമാകുന്നു. സഭാസ്ഥാപകയായ മദർ മേരി ഗേഴ്സന്റെ ചൈതന്യം ഇന്നും തുടരുവാൻ ഇവർക്കിവിടെ കഴിയുന്നത് സമർപ്പണ ജീവിതത്തിലെ വിശ്വസ്തത കൊണ്ടുകൂടിയാണ്. സ്വന്തം മാതാപിതാക്കളായി ഇവരെ കരുതുന്നതുകൊണ്ടാണ് മടുപ്പില്ലാതെ ഇവരെ ശുശ്രൂഷിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നത്. സ്വന്തം മക്കളോടൊപ്പം എന്ന പോലെ ഈ വൃദ്ധ മാതാപിതാക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ സ്നേഹം ഈ സഹോദരിമാരിലൂടെ പകർന്നു നൽകപ്പെടുന്നത് കൊണ്ടുകൂടിയാണ്. സ്വന്തം ജീവിതത്തിലെ വേദനകളെ മറന്ന് മറ്റുള്ളവരുടെ വേദനകളെ നെഞ്ചിലേറ്റിയ ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ സന്യാസിനികളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നതുകൊണ്ടാണ് ഹൃദയവേദനകളെ മറക്കുവാൻ വൃദ്ധ മാതാപിതാക്കൾക്ക് കഴിയുന്നത്. മഠത്തിൽ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു? ഫോർമേഷനൊക്കെ എവിടെയായിരുന്നു? എൻ്റെ ഫോർമേഷനൊക്കെ അങ്ങ് ഇംഗ്ലണ്ടിലായിരുന്നു. ഞാനിവിടെ പോസ്റ്റലായിട്ട് ജീവിച്ചു, 1 വർഷം ജീവിച്ചു. അത് കഴിഞ്ഞ് അവർ എന്നെ 93 ഏപ്രിൽ 29 ഇംഗ്ലണ്ടിന് വിട്ടു. അവിടെ ബാക്കി ഫോർമേഷനെല്ലാം അവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ 17 വർഷം അവിടെ താമസിച്ചു. അവിടുത്തെ വൃദ്ധരെയൊക്കെ നോക്കി അവർക്ക് നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇംഗ്ലണ്ടിലെ ജീവിതം? ഇംഗ്ലണ്ടിലെ ജീവിതം നല്ലതായിരുന്നു. നമ്മളെ പോലെ തന്നെയാണോ എല്ലാവരും നമ്മളോട് ഇടപഴകുന്നതൊക്കെ? എങ്ങനെയാണ്? ഇവിടുത്തെ ജീവിതം പോലെ തന്നെയാണ്. അപ്പോൾ അവിടെ സമയത്തിന് എല്ലാം ചെയ്തു കൊടുക്കണം അവർക്ക്. അപ്പോൾ നമ്മളെ കൃത്യനിഷ്ഠം നോക്കിയാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്നത്തെ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവമുണ്ടോ? മറക്കാനാകാത്ത സംഭവം, ഞാനൊരു മരണക്കിടക്ക കിടക്കുന്ന ഒരു വ്യക്തിയെ, ഒരു അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇരിക്കാൻ ആരുമില്ലായിരുന്നുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാൻ പോയി ഇരുന്നോളാം, ഞങ്ങളുടെ സുപ്പീരിയറിനോട് പറഞ്ഞു ഞാൻ പോയി ഇരുന്നോളാം അച്ഛൻ്റെ അടുത്ത്.
അപ്പം അച്ഛൻ്റെ ഹൗസ് കീപ്പറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛൻ്റെ അടുത്തിരുന്നു. അപ്പം അച്ഛൻ ഇങ്ങനെ മരണവെപ്പടാരം എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ രാത്രി മുഴുവൻ ഇങ്ങനെ മരണവെപ്പാട് ഞങ്ങളിപ്പോൾ ഇതൊക്കെ പറയുന്നുമുണ്ട്, പൊക്കോളാന്ന് പറയുന്നുമുണ്ട്. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കൊന്തയും ചൊല്ലി 2-3 കൊന്തയൊക്കെ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ ചെവിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടനെ അവസാനമായിട്ട് പുള്ളി ഇങ്ങനെ തീരെ ഇതായിട്ട് മരണവെപ്രാളം എടുത്തപ്പം ഞങ്ങൾ പറഞ്ഞു, അച്ഛാ പൊക്കോ അച്ഛാ, ഈശോ വിളിക്കുന്നുണ്ട് അച്ഛനെ, ഇതോ ഈശോ ഇവിടെ നിൽപ്പുണ്ട്, അച്ഛൻ നോക്കാം, അച്ഛനൊന്ന് നോക്കിയേ, ഈശോ നിൽക്കുന്നു, ഈശോ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ആദ്യം ഇച്ചിരി തലയൊക്കെ ഒന്ന് ആട്ടിയോ ഇതൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പറഞ്ഞു, അച്ഛാ പൊക്കോ അച്ഛാ, ഞങ്ങൾക്ക് ആർക്കും വിഷമമില്ല, അച്ഛൻ പൊക്കോ, സന്തോഷമോട് കൂടി പൊക്കോ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പതുക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം അച്ഛൻ പോയായിരുന്നു. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അന്നേരം ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല, എൻ്റെ കയ്യെ പിടിച്ചോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഉടനെ അച്ഛൻ്റെ ഹൗസ് കീപ്പർ പറഞ്ഞു, സിസ്റ്റർ ആണ്ട് പോയി, അച്ഛൻ പോയെന്ന് പറഞ്ഞു. ശരിക്കും വലിയൊരു അനുഭവം തന്നെ. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഈ 17 വർഷം ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ നിങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ഫൗണ്ടേഴ്സിനെ കുറിച്ച്, ഇപ്പോഴത്തെ മദറിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ പറയാം. ഞങ്ങളുടെ ഫൗണ്ടേഴ്സിൻ്റെ പേര് മദർ മേരി ഗാർസനായിരുന്നു. പുള്ളിക്കാരത്തി സ്കോട്ടിഷ് ആടാ. അപ്പോൾ പുള്ളിക്കാരത്തി ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ആടാണ്, ഈ പ്രൊട്ടസ്റ്റൻസ്. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടപ്പം 2 ബ്ലൈൻഡ് പീപ്പിൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഓരോരുത്തരെ സഹായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് മാത്രം കണ്ട ഉടനെ അവരുടെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പം അങ്ങനെ വൃത്തിയൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനായി മദർ ഇങ്ങനെ അവരെ സഹായിച്ച് അവരെ നോക്കി. അങ്ങനെ മദർ ഈ സ്ഥാപനം തുടങ്ങാൻ കാരണം. അപ്പം മദറും വേറെ 2-3 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പം ആ മദറിനൊരു ഇൻസ്പിറേഷനായി ഒരു റിലീജിയസ് ആയാലോ എന്ന്, എന്തെങ്കിലും ഒരു റൂളൊക്കെ ഫോളോ ചെയ്ത് ഒരു കോൺവെൻ്റായിട്ട് നടത്താമോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആരോ മദറിനോട് സജസ്റ്റ് ചെയ്തു, അത് നിങ്ങൾ കാത്തലിക് ആകാൻ പറഞ്ഞ്. പിന്നെ മദർ കാത്തലിക്കായി. അങ്ങനെ മദർ ഈ കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചു 3-4 സിസ്റ്റേഴ്സും കൂടെ. അപ്പം ആദ്യമേ ഇവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആകെ 80 പൗണ്ടായിരുന്നു തുടങ്ങിയത്, 80 പൗണ്ട് വെച്ച്. അപ്പം അങ്ങനെ മദർ കുറേ ഇൻസ്പയറൊക്കെ ഇങ്ങനെ കുറേ ഭിക്ഷയൊക്കെ യാതെടുത്ത് അങ്ങനെ കുറേ എടുത്ത് പൈസ കളക്ട് ചെയ്ത് ചെറിയൊരു ബിൽഡിംഗ് ആയിട്ട് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തി മദറിന് ഡൊണേഷൻ കൊടുത്തു. അത് 8,000 രൂപ ഏതാണ്ട് വെച്ചായിരുന്നു തുടങ്ങിയത്. അങ്ങനെ ഡൊണേഷൻ കൊടുത്ത് അത് പിന്നെ ഇങ്ങനെ വർദ്ധിച്ച് അവർ മദറിങ്ങനെ സ്ഥാപനം വലുതാക്കി. സിസ്റ്റർ കാത്തി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രയറസ് ജനറലാണ്. സിസ്റ്റർ ഇംഗ്ലണ്ടിൽ നിന്ന് ഞങ്ങളെ സന്ദർശിക്കുവാൻ എത്തിയിരിക്കുകയാണ്. സിസ്റ്റർ ഇപ്പോൾ നിങ്ങളോട് 2 വാക്ക് ഞങ്ങളുടെ സഭയെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. So I'm Sister Kathy. I've come from England for a visit for 2 weeks. Our congregation is called Grace and Compassion Benedictines. We began in England in 1954 when our foundress, Mother Mary Garson, responded to the need of some elderly people who really needed a lot of care, compassion, support. They were living alone and she wanted to help them. So she began looking after elderly people in Brighton first of all, and about 4 years later the helpers wanted to become more dedicated, and that was the beginning of the religious congregation. So Grace and Compassion Benedictines are about nearly 60 years old. The work continued and spread in England with more homes for the elderly. We then went to Sri Lanka, came to India in the 70s, and in the 90s we went to Kenya and then Uganda. We continued looking after elderly people in all the countries. Our spirituality is Benedictine, so we aim to have a balanced life of work and prayer, and living in community is very important to us.
In India, the care of the elderly has continued. We also have a hospital. We train young girls for nursing, and the sisters help in various ways, such as creche, looking after children, hostels, and some parish work. 1954 മദർ മേരി ഗേഴ്സൺ ഇംഗ്ലണ്ടിലെ ബ്രൈറ്റൺ എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത്. മദറിന് വൃദ്ധരോടും അശരണരോടും ദരിദ്രരോടും ഒത്തിരി അനുകമ്പയും കരുണയും ഉണ്ടായിരുന്നു. മദറിൻ്റെ ആ കരുണയും സ്നേഹവും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാനായിട്ട് മദറിന് ഒത്തിരി ഉണ്ടായിരുന്നത് കൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് മദർ ഇന്ത്യയിലും ശ്രീലങ്കയിലും ആഫ്രിക്കയിലും സഭ തുടങ്ങുവാനായിട്ട് എത്തിച്ചേർന്നു. ഞങ്ങളുടെ ബെനഡിക്റ്റൻ സ്പിരിച്വാലിറ്റി പ്രാർത്ഥനയും പ്രവർത്തനവുമാണ്. ഈ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് എല്ലാ ഭവനങ്ങളിലും ഞങ്ങൾ അശരണരെയും വൃദ്ധജനങ്ങളെയും പരിചരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട പ്രയറസ് ജനറൽ സിസ്റ്റർ കാത്തി പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. സിസ്റ്റർ കേരളത്തിലേക്ക് വന്നത് എപ്പോഴാണ്? ഞാൻ കേരളത്തിലേക്ക് വന്ന് 2011 മാർച്ച് 4 ഇപ്പോൾ ഈ മക്കയാട് ആണുള്ളത് അല്ലേ? ഇപ്പോൾ മക്കയാട് സഭ. കേരളത്തിൽ നമ്മുടെ ബെനഡിക്റ്റൻ സഭയ്ക്ക് വേറെ ഉണ്ടോ? കോൺവെന്റുകളുണ്ടോ? കേരളത്തിൽ ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പിറോവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുതിയ കോൺവെന്റ് തുടങ്ങാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്ഥലമൊക്കെ കിട്ടി. ഇനിയും പ്ലാനിങ് പെർമിഷന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുക. അത് ഫൗണ്ടേഷനൊക്കെ ഇടാനായി, വീടിൻ്റെ ഹൗസിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഇടാനായിട്ട്. ഇവിടെ എന്തെല്ലാം ശുശ്രൂഷകളാണ് ഇപ്പോൾ ചെയ്യുന്നത്? ഇവിടെ ഞങ്ങൾ വൃദ്ധരെ നോക്കുക. ഇവിടെ പല വൃദ്ധരുണ്ട്. ഇവിടെ സെൽഫ് കെയറിംഗ് എന്ന് പറഞ്ഞ വൃദ്ധരുണ്ട്. അതുപോലെ ഇവിടെ മാനസിക രോഗികളുണ്ട്, കിടക്ക രോഗികളുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? ഞങ്ങൾ 8 പേര്. ഇവിടെ ഈ കമ്മ്യൂണിറ്റി 8 പേരുണ്ട്. ഞങ്ങൾ 8 പേരിന് 2 നഴ്സിംഗ് സിസ്റ്റേഴ്സ് ഉണ്ട്. അത് ഞങ്ങളുടെ സുപ്പീരിയർ ഞങ്ങളുടെ സുപ്പീരിയർ സിസ്റ്റർ അനീതായി ഒരു നേഴ്സാണ്, വേറെ ഒരു സിസ്റ്ററും ഉണ്ട്. സിസ്റ്റർ പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ ഈ വൈരൂപ്യമൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർ എങ്ങനെയാണ് പ്രതികരിക്കാറ്? ആദ്യമേ വിചാരിച്ചു ഇത് കുഷ്ഠരോഗം വല്ലതും ആണെന്ന് വിചാരിച്ചു ആദ്യമേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ തിരുവണ്ണാമല വെച്ചായിരുന്നു ആദ്യമേ അവർ കണ്ടപ്പം. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ ആൾക്കാരെ അവരോട് റെസിഡൻസിനോടൊക്കെ മനസ്സിലാക്കി കൊടുത്തു, ഇതല്ല, ഇത് സിസ്റ്റർ നിങ്ങൾക്കൊരു ഹാമും വരത്തില്ല, നിങ്ങൾക്കൊരു ഇതും വരത്തില്ല, ഒരു കുഴപ്പവും വരത്തില്ല, ഇത് പകർന്ന രോഗമൊന്നുമല്ല, ഇത് സിസ്റ്റർ ദേഹത്തുള്ളതാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ആ പേടിയൊക്കെ അങ്ങ് മാറി അവർ നല്ല സഹിച്ചുകൊണ്ട് അവരെല്ലാം ഹെൽപ്പൊക്കെ ചെയ്ത് നന്നായി സഹകരിച്ചു തുടങ്ങി അല്ലേ? കേരളത്തിലെ സിസ്റ്ററുടെ നാട് എവിടെയാണ്? ജനിച്ച സ്ഥലം? ഞാൻ ജനിച്ചത് വെണ്ണിക്കൊള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, എൻ്റെ അമ്മയുടെ വീട്ടിൽ. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നത് പുനലൂരിൽ നിന്ന് കുറച്ചുകൂടെ ഉണ്ട്, കുരുവിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞങ്ങളിപ്പം സ്ഥിരമായിട്ട് താമസിക്കുന്നത്. സിസ്റ്റർ ഇപ്പോൾ ഈ അസുഖത്തിന് വേണ്ടിയിട്ട് മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു മരുന്നുമില്ല, ഒന്നിനും ഒരു മരുന്നുമില്ല. ഇങ്ങനെ കൊളസ്ട്രോളോ അല്ലെങ്കിൽ അല്ലാതെ വേറെ ഒന്നിനും മരുന്നില്ല. Oh, blessed Lord, created God, in you all things are rendered pure, by you was strengthened to hear. പ്രതീക്ഷകൾക്കപ്പുറം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവിക ശുശ്രൂഷയിൽ വ്യാപൃതയായിരിക്കുന്ന സന്യാസിനി. ക്രിസ്തുവിൻ്റെ സഹനത്തോട് തൻ്റെ വേദനകളെ ചേർത്തുവച്ച് യേശുവിൽ നിന്ന് ആശ്വാസം നേടി മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചും ശുശ്രൂഷിച്ചും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി ജീവിക്കാൻ കഴിയുമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് സിസ്റ്റർ ഷീല. നിരവധി ദൈവാനുഭവങ്ങൾ ഞങ്ങൾക്കായി പങ്കുവച്ച സിസ്റ്റർക്ക് നന്ദി.